ആ നേരത്ത് പ്രിയ കയറി അങ്ങനെ പറയുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്താ അത് അബദ്ധമായോ? ഇല്ല, ഒരിക്കലും ഇല്ല. പ്രിയ അങ്ങനെ പറഞ്ഞു നന്നായി. അവൻ ശരിക്കൊന്ന് പേടിച്ചിട്ടുണ്ട്. അവന്റെ മുഖത്ത് ആ പേടിയുണ്ടായിരുന്നു. ഇനി ഇത് വെച്ചൊരു കളി കളിക്കണം. പല രഹസ്യങ്ങളും ഉള്ളിക്കൊണ്ട് നടക്കുന്നവനവൻ. അതൊക്കെ പുറത്തെടുക്കണം. അവനെ കൊണ്ട് തന്നെ അതൊക്കെ ഏറ്റു പറയിക്കാൻ വേണം. അതെങ്ങനെ സാധിക്കും ചേച്ചി? രഹസ്യങ്ങളൊന്നും തുറന്നു പറയാൻ അവൻ തയ്യാറാവില്ലല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ അവൻ ചെയ്യില്ല. പക്ഷെ പേടിപ്പിച്ച അതവൻ ചെയ്യും. അതിന് പറ്റിയതാ ആത്മാവ്. അങ്ങനെയൊന്ന് ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കണം. അതവൻ വിശ്വസിക്കാനും തുടങ്ങണം. അതോടെ അവൻ ഒലിയാൻ തുടങ്ങും. അവൻ പതറാൻ തുടങ്ങിയ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളല്ല, പ്രഭാവതി, അവന്റെ അമ്മ, അവരെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവരെ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ചേച്ചി തന്നെയല്ലേ പറഞ്ഞത്? അവന്റെ അമ്മയല്ലേ, അവന്റെ സ്വഭാവം കുറച്ചൊക്കെ അവർക്കും ഉണ്ടാവില്ലേ? വിശ്വസിക്കാൻ പറ്റാത്തൊരാൾ തന്നെ അവര്. പക്ഷെ ഇപ്പോ അവരെ അല്ലാതെ മറ്റാരെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതും ഇതുപോലൊരു കാര്യത്തിന്. ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെയൊക്കെ അവരവനോട് ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത് അവനെയും നമുക്ക് കിട്ടും. എങ്കിൽ വേഗം അത് ചെയ്യേ ചേച്ചി. അത് ഞാൻ ചെയ്തോളാം. പക്ഷെ അതിനു മുൻപ് എനിക്കൊരു സംശയം മാറ്റാനുണ്ട്. സാധാരണ നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ഇങ്ങനൊന്നും പറയാത്തത്. ആത്മാവുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവര് ചിരിക്കും. പക്ഷെ എന്നിട്ടും അങ്ങനെ പറയാൻ നിനക്ക് തോന്നി. എന്താ അതിന്റെ കാരണം? ചേച്ചിയോട് സത്യം പറയാലോ, ആത്മാവിലൊന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല. അതൊക്കെ അന്ധവിശ്വാസമാണെന്ന് കരുതിയിരുന്നോളാ ഞാൻ. എന്നിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ തോന്നിയതെന്ന് എനിക്കറിയില്ല. ആരോ എന്നെ കൊണ്ടങ്ങനെ പറയിപ്പിച്ചതാ. ചിലപ്പോ അത് നിത്യയായിരിക്കും. എന്തായാലും ഞാനത് പറഞ്ഞതുകൊണ്ട് ഗുണമുണ്ടായല്ലോ, അത് മതി. ചേച്ചി പ്രഭാവതിയെ കണ്ട് സംസാരിക്കേ. ഇനി വൈകിക്കണ്ട. അടിയുടെ ചൂട് മാറുന്നതിന് മുൻപേ അവൻ വിശ്വസിച്ച് തുടങ്ങണം നിത്യയുടെ ആത്മാവ് ഈ വീട്ടിലുണ്ടെന്ന്. ഇത് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റില്ല മോനെ. ഈ തല്ല് ചെറിയ തല്ലല്ല. അതെനിക്ക് മനസ്സിലായല്ലോ. പ്രാണൻ പോകുന്ന വേദനയായിരുന്നു തല്ലുകൊണ്ടപ്പോ. അതാണ് പ്രാണൻ പോകുന്ന വേദന. എന്നുവെച്ചാ നിന്നെ കൊല്ലണോന്നായിരുന്നു ആത്മാവിന്റെ ലക്ഷ്യം. അമ്മ എനിക്ക് ധൈര്യം തരേണ്ട ആളാ അമ്മ. ആത്മാവില്ലാന്ന് കേൾക്കാനാ ഞാൻ വന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞാലോ? നിനക്ക് ഇഷ്ടമുള്ളതുപോലെ സംസാരിക്കണമെന്നാണെങ്കിൽ നീ വേറെ ആളെ നോക്കണം. എടാ, സത്യത്തെ മറച്ചു വെച്ച് സംസാരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്ക് വേണമെങ്കിൽ നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആത്മാവില്ലാന്നൊക്കെ പറയാം. പക്ഷേ അതുകൊണ്ട് ആത്മാവില്ലാതാവോ? ആവോ? ഞാനിപ്പോ എന്താ വേണ്ട? സൂക്ഷിക്കണം. നിത്യയുടെ ആത്മാവ് നിന്റെ പുറകെ കൂടിയിട്ടുണ്ട്. ആ ആത്മാവിന്റെ ലക്ഷ്യം നീയാ, നിന്റെ ജീവനാ. അമ്മേ. അതെ മോനെ, പ്രതികാരത്തിനാ ആ ആത്മാവ് വന്നിരിക്കുന്നത്. ദുർഗാഷ്ടമിയൊന്നും വരണ്ട. ഏതെങ്കിലും ഒരു ദിവസം നിന്നെ തല്ലിക്കൊന്ന് നിന്റെ ചോര അവള് കുടിക്കും. ഒറ്റ വലി നീ തീർന്നു. ഞാനെന്താ സോഫ്റ്റ് ഡ്രിങ്കിന്റെ കുപ്പിയല്ലാന്നോ ചോയിട്ട് ഒറ്റ വലിക്ക് കുടിക്കാൻ? ആത്മാക്കൾക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്? അവർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. എവിടെ കിടന്നൊരു വടി നിന്റെ മുതുകത്ത് വന്ന് വീണില്ലേ? എന്നിട്ട് ആ വടി വായുവിൽ അപ്രത്യക്ഷമായി.
അടുത്തത് തീഗോളം ആയിരിക്കും. പെട്രോളും തീപ്പെട്ടിയും നീ കത്തിച്ചാമ്പലാവും. അമ്മേ, അങ്ങനെ സംഭവിക്കണ്ടെന്നുണ്ടെങ്കിലേ പശ്ചാത്തപിക്കണം. ചെയ്ത തെറ്റുകൾക്ക് മുഴുവനും പ്രായശ്ചിത്തം ചെയ്യണം. അതെങ്ങനെ വേണോന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം. തെറ്റുകൾ ഏറ്റു പറയുന്നതാ വീരന്മാരുടെ ലക്ഷണം. ഏറ്റു പറഞ്ഞു കഴിയുമ്പോ കിട്ടുന്നത് ജയിലാണെങ്കിലോ? അന്തസ്സോടെ ജയിലിൽ പോയി കിടക്കണം. സത്യം പറ, അമ്മയുടെ ദേഹത്തും കൂടിയിട്ടുണ്ടോ ആത്മാവ്? പിച്ചിമ്പയും പറയുന്നു പല തെറ്റുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒന്ന് ഏറ്റു പറയാൻ സൗകര്യമില്ല. ആത്മാവ് കൊല്ലണേ കൊല്ലട്ടെ, ഞാനങ്ങ് സഹിച്ച്. എടാ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നേ. അങ്ങനെ ഒരു നന്മ എനിക്ക് വേണ്ടമ്മേ. എനിക്കറിയാം എന്ത് വേണമെന്ന്.